കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം. ശ്ലോകം 6. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി നാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമഃ. അപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം. ശ്രീമൂലമായ പ്രകൃതിങ്കൽ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ തന്നെ, ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ, പിന്നെ നമുക്കത് ഡീറ്റെയിൽഡായിട്ട് പോവാം കേട്ടോ. ഈശ്വരൻ്റെ ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള മൂലപ്രകൃതിയിൽ, അതായത് മൂലപ്രകൃതി വേറെയല്ല, ശരിക്ക് ബ്രഹ്മത്തിൻ്റെ ഒരു ശക്തി തന്നെയാണ്. തുടങ്ങി, അതായത് ഈ മൂലപ്രകൃതിയിൽ തുടങ്ങിയിട്ട് ജനനാന്ത്യത്തോളം എന്താ, ജനന മരണചക്രത്തിൽ തിരിയുന്നത് അവസാനിക്കുന്നത് വരെ. ജനനാന്ത്യത്തോളം എന്താ, ജനനത്തിൻ്റെ അന്ത്യം, അതായത് ആവർത്തിച്ച് ജനനവും മരണവും ഇല്ലാതെ ആകുന്നത് വരെ, അതാണ് അർത്ഥം. അതായത് ജനന മരണചക്രത്തിൽ തിരിയുന്നത് അവസാനിക്കുന്നത് വരെ എന്നർത്ഥം. ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി, അതിൽ അതായത് ഈ ജനന മരണചക്രത്തിൽ ചുറ്റിത്തിരിയുന്നിടത്തോളം കാലം നമ്മൾ മായാമണ്ഡലത്തിലാണെന്ന്, മായയുടെ പ്രവൃത്തി മണ്ഡലത്തിലാണ് നമ്മൾ ഈ ജനന മരണചക്രത്തിൽ ചുറ്റിത്തിരിയുന്നിടത്തോളം കാലം. അത് അപ്പം എന്താ വെച്ചാൽ ജന്മങ്ങളും പല കഴിഞ്ഞാലും, എത്ര കുറേ ജന്മം അങ്ങനെ ചുറ്റിത്തിരിഞ്ഞാലും ഇല്ല അവധി. അതായത് അവധി ഇല്ല എന്ന് പറയാണ്. ഇല്ല അവധി എന്താ വെച്ചാൽ ഈ ജനനമരണ ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞാലും അവധിയേ ഇല്ല പറഞ്ഞാൽ അത് കഴിയലില്ല. ജ്ഞാനം ഉദിക്കണ വരെ, ദേഹാഭിമാനം മാറണ വരെ ഈ ജനനമരണ ചക്രത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് തിരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതിനൊരു അവധിയില്ല, മീൻസ് അത് കഴിയലില്ല എന്ന്, അവസാനമില്ല എന്ന്. അതിന്ന് ഞങ്ങളെ കരകയറ്റാൻ പരമനാരായണായ നമ. അതിന്ന് കരകയറണമെങ്കിനായിട്ടാണ് ഞാനിപ്പോൾ നാരായണനെ നമസ്കരിക്കണമെന്ന് പറയുകയാണ്. ശരിക്ക് മൂലപ്രകൃതി പറഞ്ഞാൽ മഹാമായ തന്നെയാണ്. മൂലപ്രകൃതിയുടെ വേറൊരു പേര് മഹാമായ എന്നാണ്. ആ മായയിൽ നിന്നാണല്ലോ നമ്മൾ കണ്ടത് എന്താ, മഹത്തത്വം. ആദ്യം അതുപോലുമല്ല, ഒരു അവ്യാകൃതം എന്ന് പറയും, അല്ലെങ്കിൽ അവ്യക്തം എന്നൊക്കെ പറയും, അതുണ്ടാവും. അതിന്നാണ് പിന്നെ മഹത്വത്വം ഉണ്ടായി. പിന്നെ അതിന്ന് അഹങ്കാരം ഉണ്ടായി, അഹങ്കാരം 3ആയി പിരിഞ്ഞു. അതിന്ന് താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദം, അല്ലേ, ഒക്കെ അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ പിന്നെ ഈ പ്രകൃതിയും ഈ മൂലപ്രകൃതി ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ്. ആ മൂലപ്രകൃതിയിലാണ് മായ, അതിനെ മായ പറയണത്. അതിന് ത്രിഗുണങ്ങളുണ്ട്. അപ്പോൾ ത്രിഗുണങ്ങളോടുകൂടി ഉണ്ടായ ആ ജീവന്, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെയാണ്, നമ്മളൊക്കെ എത്രയായാലും പിന്നെ ആ മായാമണ്ഡലത്തിൽ നിന്ന് രക്ഷ നേടി ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റേയില്ല. എപ്പോഴാണ് പറ്റുകച്ചാൽ നമുക്ക് ഞാൻ ആത്മാവാണ് എന്നുള്ള അനുഭവം വേണം. അതുവരെ അങ്ങനെയുള്ള കർമ്മഗതി ഒടുങ്ങാനാണ് പരമനാരായണായ നമ. എൻ്റെ ഈ കർമ്മഗതി ഉണ്ടല്ലോ, ഈ ജീവിത പ്രവാഹം, നിലയ്ക്കാത്ത ഈ പ്രവാഹത്തിന് ഒരു അവധി തരണേ എന്നാണ് പരമനാരായണായ നമാണ്. അതായത് നമ്മൾ മൂലപ്രകൃതിയിൽ നിന്ന് സൃഷ്ടി ഉണ്ടായതിന് ശേഷം നമ്മൾ ദേഹമെടുത്ത് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നുണ്ട്. ആദ്യം പഞ്ചഭൂതങ്ങളെയൊക്കെ അങ്ങനെ ഒക്കെ സൃഷ്ടിച്ച് വന്ന് നമ്മളൊക്കെ ദേഹം എടുക്കുമ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെയും സകാമകർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജന്മമെടുത്ത് കർമ്മവാസനകളുടെയും ജനനമരണചക്രങ്ങളുടെയും ഈ ഊരാക്കുടുക്കിൽപ്പെട്ട് ഈ മായയിൽ മുഴുകി കഴിയണം നമ്മൾ.
ആ മായയിൽ നിന്ന് നമുക്ക് ഊരണം ചാൽ ആ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ആവർത്തിച്ചുള്ള ജനനവും മരണവും അവസാനിക്കണം. അതിനെന്തേ ഒരൊറ്റ വഴിയുള്ളൂ? കർമ്മബന്ധനം ഇല്ലാതിരിക്കണം. എന്നാലേ പറ്റുള്ളൂ. അതിന് ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ വഴിയില്ല. അതുകൊണ്ട് പരമനാരായണായ നമ എന്നാണ്. ഇനി മൂലപ്രകൃതി എന്താണ്? അതായത് ഈ ലോക സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള പരബ്രഹ്മത്തിൻ്റെ ശക്തിയാണ്. അതായത് നമ്മൾ നാരായണീയത്തിലൊക്കെ അത് കണ്ടു. എന്താ അറിയുമോ? ഈ ബ്രഹ്മശക്തിയുടെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പരമാത്മ ചൈതന്യത്തിനെ ആശ്രയിച്ചു കൊണ്ട് തന്നെ ഈ മായ പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക വെച്ചാൽ ആദ്യം എങ്ങനെയാ വെച്ചാൽ ആദ്യം മായ ഭഗവാൻ എനർജി കൊടുക്കുമ്പോൾ അതാണ് ഭഗവാൻ എനർജി കൊടുത്തു. പിന്നെ അതായത് നമുക്ക് മൂലപ്രകൃതി അങ്ങനെയും പറയാം കേട്ടോ. അതായത് എല്ലാ സൃഷ്ടിക്കും ആധാരമായിട്ട് ഉണ്ടാകുന്ന ആ പരബ്രഹ്മത്തിൻ്റെ പ്രചോദനയാണ് അത്രയും മൂലപ്രകൃതി, അങ്ങനെയും പറയാമെന്ന്. അതായത് ഏത് ശക്തിയാണ് ബ്രഹ്മത്തിൻ്റെ ഏത് ശക്തിയാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മായയെ പ്രേരിപ്പിക്കുന്നത്? ആ പ്രചോദനം ഉണ്ടല്ലോ, ആ പ്രചോദന ശക്തിയാണ് മൂലപ്രകൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ മൂലപ്രകൃതി നിന്നാണ് പ്രപഞ്ചം ഉണ്ടായി എന്ന് നമ്മൾ സൗകര്യത്തിന് പറയാന്നേ ഉള്ളൂ. മൂലപ്രകൃതി ശരിക്ക് പറയാച്ചാൽ ആ പ്രചോദനമാണ്. പിന്നെയാണ് ആ അവ്യക്തമൊക്കെ ഉണ്ടായി, അതിൽ നിന്നാണ് മഹത്തത്വമൊക്കെ ഉണ്ടാവണത്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാനേ പറ്റുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് ഇപ്പം എങ്ങനെയാണ് ആദ്യം ഉണ്ടാവണമെന്ന് വെച്ചാൽ മായയ്ക്ക് 2 ഗുണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുല്ലോ, ആവരണവും വിക്ഷേപവും. അപ്പം മായ ആദ്യം പരമാത്മാവിനെ അങ്ങോട്ട് ആവരണം ചെയ്യും, മറയ്ക്കും. ഈ മറയിൽ ഒരു കർട്ടനാന്ന് വിചാരിച്ചോ, ഈ മറയിൽ പ്രതിബിംബിക്കുന്ന ആ അഖണ്ഡ സ്വരൂപമായ ബ്രഹ്മം എന്തായി? അപ്പം 2 പോലെ തോന്നുകയാണ്. ശരിക്കും ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ മായാമറയിൽ ഈ ആ അഖണ്ഡ ബ്രഹ്മത്തിൻ്റെ റിഫ്ലക്ഷൻ, ആ പ്രതിബിംബം വരും. അപ്പം എന്തായി? നമുക്ക് തോന്നും എന്തുണ്ട്? ബ്രഹ്മമുണ്ട്, ഈ മായാമറയുണ്ട്, ആ മായാമറയിൽ കാണുന്ന പ്രതിബിംബമുണ്ട്. അപ്പം നമുക്ക് വേറെ എന്ന് തോന്നുകയാണ്. ഈ മായാമറ ആദ്യം സൃഷ്ടിച്ചിട്ട് ആവരണം ചെയ്തിട്ട് ആ കർട്ടൻ ഇട്ടിട്ട് അതിൽ തന്നെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, അതായത് മായയ്ക്ക് 2 ഉണ്ട്, വിദ്യാസ്വരൂപിണിയും അവിദ്യാസ്വരൂപിണിയും. വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ എന്താ വെച്ചാൽ അജ്ഞാനമില്ല, അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ അജ്ഞാനം ഉണ്ട്. അപ്പം നമ്മൾ പറയണ ഈശ്വരൻ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിബിംബമാണ്. അപ്പം ഈശ്വരന് ഞാൻ ബ്രഹ്മാണെന്ന് അറിയാം, അതുകൊണ്ടാണ് ഈശ്വരനെ ഒന്നും ബാധിക്കാത്തത്. ഇപ്പം കൃഷ്ണൻ അറിയാം ഞാൻ പരബ്രഹ്മം തന്നെയാണ്. ഇതൊക്കെ വെറും ജഡാണ് ഈ കാണുന്നത്, നല്ലോണം അറിഞ്ഞും കൊണ്ടാണ് പ്രവർത്തിക്കണതല്ല. മനുഷ്യരൂപം ഉണ്ടെന്നേ ഉള്ളൂ. സത്വഗുണം എടുത്തിട്ടൊരു ശരീരം എടുത്തു, ശരിയാണ്. പക്ഷേ ആത്മാവാണെന്ന് അനുഭവിച്ചും കൊണ്ടാണ് ജീവിക്കണം. ആത്മാവാണ് ഞാൻ നല്ല അനുഭവമായിട്ടാണ്. അതിപ്പോൾ ജ്ഞാനികൾക്ക് അങ്ങനെയാണ്. പക്ഷേ സാധാരണക്കാരൊക്കെ മായയുടെ പരബ്രഹ്മത്തിൻ്റെ അവിദ്യാസ്വരൂപിണിയിലത്തെ പ്രതിബിംബമാണ്. അപ്പം നമുക്ക് ഞാൻ ഈ പ്രതിബിംബം തന്നെയാണ് എന്ന് തോന്നുകയാണ്. അതായത് നമുക്ക് അറിയില്ലേ, നമ്മൾ അറിയാം പക്ഷെ അനുഭവമാവണില്ല ആത്മാവാന്നേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അങ്ങനെയാണ് പറയണത്. മായാമറ സൃഷ്ടിച്ചിട്ട് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയുടെ പ്രതിബിംബം ഈശ്വരൻ എന്ന് പറഞ്ഞുല്ലോ ഞാൻ. ഈശ്വരന് അജ്ഞാനമില്ല, പക്ഷേ മായയുടെ ഉള്ളിലാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് അവ്യക്തം, അവ്യാകൃതം എന്നൊക്കെ പറയാം. പിന്നെ ആ ഈശ്വരനാണോ സൃഷ്ടിക്കണ പറയാം. ഇപ്പം ബ്രഹ്മാവ് എന്ന് പറഞ്ഞു വെച്ചാൽ മായാമറയുടെ ഉള്ളിലാണ്. പക്ഷേ ബ്രഹ്മാവിന് ബോധ്യമുണ്ട്
ഞാൻ പരമാത്മാവാണെന്ന്. അതുപോലെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മതി. ഈശ്വരൻ എന്ന് പറയാം, ബ്രഹ്മാവെന്ന് പറയണ്ട. ഈശ്വരൻ എന്നൊരു ശക്തിയായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായത്തെ പ്രതിബിംബമാണ് ഈശ്വരൻ ചാൽ. ഈശ്വരന് അജ്ഞാനമില്ല. അതിനെയാണ് അവ്യക്തം അവ്യാകൃതം എന്നൊക്കെ പറയണത്. ഈ അവ്യാകൃതത്തിൽ നിന്നാണ് പിന്നെ മഹത്തത്വം വരണത്. ഭാഗവതത്തിൽ പക്ഷെ നേരെ മഹത്തത്വേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനെയും പറയുന്നുണ്ട് വേറെ പുരാണങ്ങളിലൊക്കെ. അപ്പോൾ ഈ അവ്യക്ത അവ്യാകൃതം പിന്നെയാണ് മഹത്തത്വം എന്ന് പറയണത്. അപ്പോൾ നമ്മൾ നോക്കൂ, പിന്നെ അതായത് മഹത്തത്വം എന്ന് പറഞ്ഞാൽ ആ പ്രാണൻ, എന്താ പറയുക, പ്രപഞ്ചപ്രാണൻ എന്ന് പറയാം. പിന്നെ എല്ലാം അതിൽ നിന്നാണ് ഉണ്ടാവണം. മഹത്തത്വത്തിൽ നിന്ന് അഹം ബോധം ഉണ്ടാവും. ഞാൻ എക്സിസ്റ്റ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ, ഞാൻ എക്സിസ്റ്റ് എന്ന് മാത്രം, എൻ്റെന്നില്ല, അഹങ്കാരമായിട്ടില്ല, അഹംബോധം. അത് കഴിഞ്ഞ് അഹങ്കാരം സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. സാത്വികാഹങ്കാരത്തിൽ നിന്ന് എല്ലാ അധിഷ്ഠാന ദേവതകളും, അന്ധക്കരണം, അതായത് അന്ധക്കരണം വെച്ചാൽ എന്താ, മനസ്സ ചിത്തം ബുദ്ധി അഹങ്കാരം, ഇതൊക്കെ നമ്മൾ കണ്ടുല്ലോ അല്ലേ. പിന്നെയോ രാജസാഹങ്കാരത്തിൽ നിന്ന് എല്ലാ ഇന്ദ്രിയങ്ങളും, 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും. പിന്നെ ബാക്കി ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ തമോ ഗുണത്തിൽ നിന്നാണ്. തമോ ഗുണത്തിൽ നിന്ന് ആദ്യം ശബ്ദം, ആകാശം, സ്പർശം, വായു, രൂപം, അഗ്നി, രസം, ജലം, ഗന്ധം, ഭൂമി. 5 തന്മാത്രകളും 5 പഞ്ചഭൂതങ്ങളും ഉണ്ടായി. പിന്നെ ആണ് നമ്മൾ പിന്നെ അണ്ഡം ആയതൊക്കെ അല്ലേ, ബ്രഹ്മാണ്ടമായി. അതിനെ ഭഗവാൻ 14ആയിട്ട് ഭഗവത് ശക്തി തന്നെ 14ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് 14 ലോകം. അതിൽ മുഴുവൻ നിറങ്ങി നിൽക്കുന്ന ഈശ്വരനാണ് വിരാട് സ്വരൂപൻ. ആ ഈശ്വരൻ്റെ ആത്മാവിനെയാണ് നമ്മൾ ഹിരണ്യഗർഭൻ എന്ന് പറയണത്. അതായത് ഈ ഹോൾ യൂണിവേഴ്സിൻ്റെ ആത്മാവ് ഹിരണ്യഗർഭൻ, നമ്മുടെ ജീവാത്മാവ്, അങ്ങനെയൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ അത് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ മഹത്തത്വത്തിന് മുമ്പുള്ള ഈശ്വരനാണ് അവ്യക്തം എന്ന് പറയുക. അപ്പോൾ നോക്കൂ എന്താ ഉണ്ടാവണം വെച്ചാൽ, ഈ കർമ്മബന്ധനം പറയണം വെച്ചാൽ അത് പറയണം. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രളയം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണം വെച്ചാൽ, നമ്മൾ ഈ അവ്യാകൃതത്തിലാണ് പോയി ലയിക്കണം. അതായത് നമ്മൾ അജ്ഞാനത്തോടു കൂടിയാണ് ലയിക്കണതേ. അപ്പം എന്താ വെച്ചാൽ പിന്നെയും സൃഷ്ടി, അപ്പോൾ കുറേ കാലം അങ്ങനെ ലയിച്ച് കിടക്കും, പിന്നെ ആദ്യം സൃഷ്ടി തുടങ്ങണ വരെ. അപ്പോൾ പിന്നെയും സൃഷ്ടി തുടങ്ങുമ്പോൾ നമുക്ക് അപ്പോഴും അജ്ഞാനമുണ്ട്. അപ്പം നമ്മൾ അതിനും പിന്നെ മരിക്കുകയെന്നോ എന്താ പറയണ്ട, നമ്മൾ ആ അവ്യാകൃതത്തിൽ ലയിച്ച് മരിച്ചിട്ട് നമ്മൾ ബോഡി ഗിവപ്പ് ചെയ്യൂലോ, അപ്പോൾ മരിക്കാന്ന് തന്നെ പറയാം. നമ്മൾ മരിച്ചിട്ട് മോക്ഷം കിട്ടണില്ല, ഈ അവ്യാകൃതത്തിൽ ലയിക്കണേ ഉള്ളൂ. അതായത് ആ ആദ്യത്തെ സൃഷ്ടിയുടെ ഇത്, അല്ലെങ്കിൽ പിന്നെ മൂലപ്രകൃതിന്നോ എന്താ വെച്ചാൽ അതിൽ ലയിക്കണേ ഉള്ളൂ നമ്മൾ. അപ്പോൾ നമുക്ക് അജ്ഞാനം ഉണ്ടേ, ഞാൻ വേറെ എന്ന ചിന്ത ഉണ്ട്. അതോടുകൂടിയാണ് നമ്മൾ ലയിച്ച്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം നെക്സ്റ്റ് റൗണ്ട് ഓഫ് സൃഷ്ടി വരുമ്പോൾ നമ്മുടെ കർമ്മഫലം അനുഭവിച്ച് കഴിയാത്തതൊക്കെ അവിടെ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, എത്രയോ ജന്മങ്ങളുടെ അനുഭവിക്കാത്തൊക്കെ. പ്രാരബ്ധകർമ്മം മാത്രമേ നമ്മൾ അനുഭവിക്കാൻ, പരിഭാഗം വന്നത് മാത്രമേ നമ്മൾ അനുഭവിച്ചുള്ളൂ ഒരു ദേഹം എടുത്തപ്പോഴേ. ഇനി അവിടെ അനുഭവിക്കാൻ ബാക്കിയുള്ളതുണ്ട്. അപ്പം അതിൽ കുറേ പരിഭാഗം വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യറിയോ, ഈ പിന്നെയും സൃഷ്ടി തുടരുമ്പോൾ നമ്മൾ മോക്ഷം ലഭിക്കാതെ പിന്നെ നമ്മൾ ഇരിക്കുമ്പോഴാണ് പറഞ്ഞ കേട്ടോ. മോക്ഷം കിട്ടിയ പിന്നെ പുനരാവർത്തിരഹിത വരണ്ട. നമ്മളെ പ്രളയം കഴിഞ്ഞിട്ട് മോക്ഷം ലഭിക്കാത്തവർക്ക്, കർമ്മബന്ധനം ഉള്ളവർക്ക്, നമ്മൾ ഈ പറഞ്ഞ മൂലപ്രകൃതിയിൽ അല്ലെങ്കിൽ അവ്യാകൃതം അല്ലെങ്കിൽ അവ്യക്തത്തിൽ ലയിക്കും. മോക്ഷം ലഭിക്കില്ലേ, അത് ഓർമ്മിക്കണം. പിന്നെയും എന്നിട്ട് സൃഷ്ടി തുടരുമ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ ബാക്കിയുള്ള കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഓരോരോ ശരീരങ്ങളായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അവ്യക്തത്തിൻ്റെ അപ്പുറത്താണ് ബ്രഹ്മയെ. അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് തിരിച്ചു വരണ്ട, അവ്യക്തത്തിൽ ലയിച്ചുള്ളൂ, അജ്ഞാനം ഉണ്ടാവുകൊണ്ടേ. അപ്പോൾ ഈ മായാമറ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ മൂലപ്രകൃതി അല്ലെങ്കിൽ അവ്യാകൃതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന്ന് പിന്നെ നമ്മൾ ആദ്യം ബ്രഹ്മത്തെ തുടങ്ങി, എന്നിട്ട് മായ ഈ മറ ഉണ്ടാക്കി. ആ മറയിലൊരു പ്രതിബിംബം,
അതാണ് ഈശ്വരൻ ഓർ അവ്യാകൃതം ഓർ അവ്യക്തം മൂലപ്രകൃതി എന്ന് പറയാം നമുക്ക്. അതിന്ന് മഹത്തത്വം, അതിന്ന് മഹത്വത്തിനെ നമുക്ക് മുഖ്യപ്രാണനും പ്രപഞ്ചപ്രാണൻ എന്നൊക്കെ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് എനർജി എന്നും പറയാം. അതിന്നാണ് പിന്നെ ഈ സട്ടിലായിട്ടുള്ളതും ഗ്രോസ് ആയിട്ടുള്ളതും ഓരോന്നും ഉണ്ടാവും തോറും അത് മോർ ആൻഡ് മോർ ഗ്രോസ് ആവും കേട്ടോ. അതായത് അവ്യക്തം വളരെ സട്ടിൽ, മഹത്തത്വം കുറച്ചും കൂടി സട്ടിലിറ്റി കുറവ് ഗ്രോസായി, പിന്നെ അഹംബോധം കുറച്ചും കൂടിയും ഗ്രോസായി, സട്ടിലല്ലാണ്ടേ, അതായത് സ്ഥൂലായി തുടങ്ങി. പിന്നെ അഹങ്കാരം കുറച്ചും കൂടി സ്ഥൂലാവും, നമുക്ക് കാണുന്നില്ല. അത് കഴിഞ്ഞ് 3 തരം അഹങ്കാരം. അത് കഴിഞ്ഞ് ഇങ്ങനെ സൃഷ്ടിച്ച് വരുമ്പോൾ നമുക്ക് കാണാറാവണമെങ്കിൽ അപ്പോൾ ആകാശവും ഭൂമിയൊക്കെ ആയിട്ട് വേണം അല്ലേ. അപ്പോൾ വളരെ സട്ടിൽ, എക്സ്ട്രീംലി സട്ടിലായിട്ടുള്ള അവ്യക്തം ഒരു മൂലപ്രകൃതിയിൽ തുടങ്ങിയിട്ട് സട്ടിലിറ്റി കുറഞ്ഞ് നല്ല ഗ്രോസായിട്ട് നമുക്ക് കാണാനും തൊടാനും, അങ്ങനെയാണ് ഈ സൃഷ്ടി നടക്കണതേ. അങ്ങനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഹോൾ പിന്നെ വിശ്വാകാരമായി നിൽക്കുന്ന പ്രപഞ്ചശക്തിയാണ് നമ്മൾ വിരാട് പുരുഷൻ എന്നൊക്കെ പറയണത്. ഇനി അപ്പം നമ്മളെന്താ വെച്ചാൽ ഈ കർമ്മബന്ധനം അനുഭവിക്കാൻ ഈ അവ്യക്തത്തിൽ അജ്ഞാനത്തോടു കൂടി നമ്മൾ മരിക്കുമ്പോൾ അവ്യക്തത്തിൽ അല്ലെങ്കിൽ മൂലപ്രകൃതിയിൽ ലയിച്ചാൽ ഭഗവാന് പിന്നെ എപ്പോഴാണ് ആദ്യ സൃഷ്ടി നടത്തണം തോന്നണത്? അപ്പം നമ്മൾ ജനിക്കും. അപ്പം നമ്മളെ ആ കർമ്മബന്ധനത്തോടു കൂടിയല്ലേ മരിച്ച്. അപ്പം നമ്മുടെ ഇനിയും കർമ്മഫലം അനുഭവിക്കാനുള്ള കർമ്മങ്ങളും ഇനിയുണ്ടേ. അപ്പം അതിനനുസരിച്ചിട്ട് അത് പ്രാരബ്ധകർമ്മമായി മാറും ചിലത്. അതിനനുസരിച്ച് നമ്മൾ പിന്നെയും ശരീരം എടുക്കണം. അപ്പം ഈ കർമ്മബന്ധനം അവസാനിക്കാതെ നമുക്ക് ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ ജീവാത്മാവിൻ്റെ ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ പരമചൈതന്യത്തിന് ജനനവും മരണവും ഇല്ല. ഈ ശരീരത്തിനുള്ളൂ അത്. പക്ഷെ അത് അറിയണം. എന്നിട്ട് നമുക്ക് ഞാൻ ഒരിക്കലും നാശമില്ലാത്ത പരമാത്മ ചൈതന്യമാണ് എന്ന് അറിഞ്ഞാൽ പോരാ, അനുഭവമാകുന്നത് വരെ ഈ കർമ്മബന്ധനമുണ്ട്. അതായത് എന്താ അതിൻ്റെ ബന്ധം വെച്ചാൽ, ജ്ഞാനം ഉദിക്കലാണ് ജനനത്തിൻ്റെ അന്ത്യം. ഞാൻ ആത്മാവാണ് എന്ന് ഏത് നിമിഷം അനുഭവമാകുന്നുവോ അപ്പോൾ നമുക്ക് പിന്നെ ഒരു ബന്ധനവും ഇല്ല. അതായത് എല്ലാം നമ്മുടെ പിന്നെ അക്യൂമുലേറ്റഡ് കർമ്മവും ഇപ്പം ചെയ്യണ കർമ്മവും ഒക്കെ നശിക്കും. പിന്നെ ഇത് ബോഡി വീഴണം, അത് ആ പ്രാരബ്ധകർമ്മം കഴിഞ്ഞാലേ വീഴുള്ളൂ. അതാണ് കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും. അപ്പോൾ നമുക്ക് ഈ ജീവാത്മാവിൻ്റെ ചൈതന്യത്തിന് യാതൊരു പിന്നെ ഒന്നും അതിനെ ബാധിക്കുന്നില്ല നല്ല ബോധ്യമായിട്ട് നമ്മൾ അതിനു വേണ്ടി, ഞാൻ ആ ജീവാത്മാവെന്ന അനുഭവം എനിക്ക് ഉണ്ടാവണം എന്ന് വേണ്ടി പ്രവർത്തിച്ച് മോക്ഷം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ജ്ഞാനം ഉദിക്കുമ്പോഴാണ് ജനനാന്ത്യം. ഇപ്പോൾ പറഞ്ഞല്ലോ ഇതിൽ പിന്നെ ജനനാന്ത്യം ജനനാന്ത്യത്തോളം പരമഹാമായ അതുണ്ടാവണം വരെ ഈ മഹാമായയുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ ഇരുന്ന് ഈ ജനനമരണ ചക്രത്തെ ചുറ്റിത്തിരിഞ്ഞും കൊണ്ട് അതിന്ന് ആ ഊരാക്കുടുക്കിൽ പെട്ടിരിക്കും. അത് എത്ര ജന്മം കഴിഞ്ഞാലും, അതായത് കർമ്മമാണ് നമ്മുടെ ഈ ജീവിത പ്രവാഹത്തിന് കാരണം എന്ന് മനസ്സിലാക്കണം. കർമ്മം ജന്മം എങ്ങനെയാ വെച്ചാൽ വിത്തും വൃക്ഷം പോലെയാണ് അല്ലേ. ഒരു വിത്ത് കുഴിച്ചിട്ട് വൃക്ഷം ഉണ്ടായി, പിന്നെ ആ വൃക്ഷത്തിൻ്റെ ഏതാ ആദ്യം നമുക്ക് പറയാനും കൂടി പറ്റില്ല, നമ്മൾ പറയുമല്ലോ അത് അല്ലേ. വിത്തും വൃക്ഷം പോലെ തന്നെയാണ് കർമ്മവും ജന്മവും. അപ്പോൾ ഈ കർമ്മം എന്നുള്ള ആ ഒരു ഇല്ലാതെ ആവണം വെച്ചാൽ, കർമ്മബന്ധനം ഇല്ലാതെ ആവണം വെച്ചാൽ ജ്ഞാനം ഉദിക്കണേ. അപ്പം ഈ കർമ്മം കൊണ്ടുണ്ടാവുന്ന ഈ ദുഃഖങ്ങളുണ്ടല്ലോ, ഈ ജനനമരണ ചക്രത്തിൽ തിരിയേണ്ട ആ ഇണ്ടൽ എന്ന് പറഞ്ഞല്ലോ, ആ ദുഃഖം ഉണ്ടല്ലോ, അതിന് ഒരേ ഒരു പ്രതിവിധി എന്താ? നമ്മൾ സത്യാന്വേഷണം ചെയ്യണം. ഞാൻ ആരാണ്? ഞാൻ ആ നിത്യസത്യവും അഖണ്ഡമായിട്ടുള്ള ബോധം, അഖണ്ഡബോധമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ്. അതിന് തത്വവിചാരം ചെയ്യണം. വായിച്ചാൽ പോരാ, മനസ്സിലാക്കിയാൽ പോരാ, നമ്മൾ തത്വവിചാരം ചെയ്താലേ അനുഭവമാവുള്ളൂ. അതനുഭവം ആവണ വരെ ഇതൊന്നും ഉപേക്ഷപ്പെടാൻ യാതൊരു നിവൃത്തിയില്ല. ഇതേ ഉള്ളൊരു പ്രതിവിധി എന്ത്? സത്യാന്വേഷണം നടത്തുക. ഞാൻ ശരിക്കും ആരാണെന്ന് കണ്ട്
അത് അനുഭവമായി തീരുക. അതിനാണ് പരമനാരായണൻ്റെ അനുഗ്രഹം വേണ്ടത്. വിവേക ചൂടാമണിയിൽ പറയണ്ടേ, കർമ്മം ചെയ്യണതൊക്കെ ഈശ്വരാർപ്പണം. അതായത് നമുക്ക് കർമ്മം ചെയ്തിട്ട് ഒരിക്കലും മോക്ഷം കിട്ടില്ല. അത് വളരെ നിർബന്ധമായിട്ട് ഭാഗവതത്തിലും പറയണ്ടേ. കർമ്മം ചെയ്യണത് നമ്മുടെ മനഃശുദ്ധിക്ക് മാത്രമേ ഉപകരിക്കൂ. ആരും കർമ്മം ചെയ്യണ നല്ല കർമ്മം ചെയ്താൽ കാര്യമുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് വരും. അങ്ങനെ മനസ്സ് ശുദ്ധീകരിച്ച് നമ്മുടെ എല്ലാ കാമക്രോധ ലോഭ മത മോഹ മാത്സര്യങ്ങളൊക്കെ നീങ്ങി മനസ്സ് നല്ല ശുദ്ധമാവണ സമയത്താണ് ശരിക്ക് തത്വവിചാരം ചെയ്താൽ അത് ഉൾക്കൊള്ളാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് മനഃശുദ്ധി, അല്ലാതെ കർമ്മം ചെയ്യണത് ഈശ്വരാർപ്പണമായി ചെയ്ത് മനഃശുദ്ധി നേടാൻ മാത്രമാണത്. അല്ലാതെ കർമ്മം കൊണ്ട് ഒരിക്കലും മോക്ഷം ലഭിക്കില്ല. ഈ അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്ത് മനസ്സ് ശുദ്ധമായിട്ട് ശുദ്ധമായ മനസ്സ് തത്വവിചാരം ചെയ്ത് നമ്മൾ അറിയണം. അല്ലെങ്കിൽ എത്ര ജന്മം, അതാണ് പറഞ്ഞില്ലേ, എത്ര ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല അവധി. എത്ര ജന്മം നല്ല കർമ്മങ്ങൾ ചെയ്താലും മോക്ഷം കിട്ടില്ല. നല്ല കർമ്മങ്ങൾ ചെയ്ത് ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് ആയാൽ തന്നെ അത് ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല അവധി കർമ്മത്തിനെന്ന് പറഞ്ഞില്ലേ. ഇതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് കർമ്മം ചെയ്ത് നമുക്ക് ഞാൻ നല്ല കർമ്മമാണ് ചെയ്യണത്, അത് പോരാ. ശരിയാണ്, അത് വളരെ നല്ലതാണ്. ദാറ്റ് ഈസ് ഹൗ വി സ്റ്റാർട്ട് അല്ലേ. എന്നിട്ട് നമ്മൾ മനഃശുദ്ധി നേടിയിട്ട് അതിൻ്റെ കൂടെ തത്വവിചാരവും ചെയ്യണം. അതായത് ഇങ്ങനെ ഇപ്പോൾ ഹരിനാമ കീർത്തനം പോലെയുള്ളതൊക്കെ വായിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ ദേഹാഭിമാനിയാൽ, അത് ഏത് സമയത്തും ഞാൻ ദേഹമല്ല എന്ന് സ്വയം പറയുക. പിന്നെ എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം കാണുക. അങ്ങനെ നമ്മൾ ശീലിച്ച് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യണ കർമ്മം മുഴുവൻ ഈശ്വരാർപ്പണമാവും. അപ്പം കർമ്മബന്ധനം ഇല്ലാണ്ടാവും ചെയ്യും. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ മനസ്സിൽ തത്വവിചാരം ചെയ്ത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ജനന മരണ ചക്ര എന്ന ഊരാക്കുടുക്കിൽ പെട്ട് എത്ര ജന്മം കഴിഞ്ഞാലും രക്ഷപ്പെടാൻ കഴിയാതെ ഇങ്ങനെ പോവും. പക്ഷേ അങ്ങനെ ജ്ഞാനം ഉദിക്കണമെങ്കിൽ, അങ്ങനെ ജ്ഞാനം ഉദിച്ചാലേ ജനനത്തിൻ്റെ അന്ത്യമുള്ളൂ പറഞ്ഞില്ലേ. അങ്ങനെ ജ്ഞാനം ഉദിക്കാനാണ് നമ്മൾ എഴുത്തച്ഛൻ ഇതിലെ പരമനാരായണായ നമ. അതിന് ഈശ്വരാനുഗ്രഹം തന്നെ വേണം, ഈശ്വര കൃപ. അതായത് എത്രയൊക്കെ ചെയ്താലും ഈശ്വര കൃപ എന്നൊന്നുള്ളത് വളരെ പ്രധാനം. ആ കൃപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയണ പോലെയാണ്, നമുക്ക് കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്യാൻ തോന്നും ഈശ്വരകൃപ ഉണ്ടെങ്കിൽ. എന്നിട്ട് നമ്മളുടെ മനസ്സ് ശുദ്ധമായി തീരും. ശുദ്ധമായ മനസ്സിൽ നമുക്ക് തത്വവിചാരം ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ തത്വവിചാരം ചെയ്ത് നമ്മൾ ആ അഖണ്ഡ സച്ചിദാനന്ദ ബോധം തന്നെയാണെന്ന് ഏത് നിമിഷം നമുക്ക് അനുഭവമാകണോ അന്ന് ജനനാന്തിയായി. അതായത് പുനരാവർത്തിരഹിതമായ മോക്ഷം, നിത്യാനന്ദത്തിലാണ് പിന്നെ നമ്മൾ വർത്തിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഇറ്റേണൽ ബ്ലിസ്സിലാണ് നമ്മളെപ്പോഴും ഇരിക്കുന്നത്. അതാണ് ഈ ശ്രീ എന്നുള്ള ശ്രീ ഗണപതയെ എന്നുള്ളത് ശ്രീ വെച്ച് തുടങ്ങി അല്ലേ. അപ്പോൾ അതാണ് അത് പറയണത്. അപ്പോൾ നമ്മൾ പിന്നെ പരബ്രഹ്മത്തിനൊരു മറ, ആ മറയുമ്പോഴത്തെ പ്രതിബിംബം ഈശ്വരനോ മൂലപ്രകൃതിന്നോ അവ്യക്തെന്നോ അവ്യാകൃതെന്ന് പറയാം. അതിന്ന് മഹത്തത്വം, ബോധം, അഹങ്കാരം, പിന്നെ പ്രപഞ്ചം. അങ്ങനെ കണ്ടു നമ്മളല്ലേ. അപ്പം നമുക്ക് ഇത് എവിടുന്നാണ് തുടങ്ങിയെന്ന് നമ്മൾ കണ്ടു. നമ്മൾ ആ തുടങ്ങിയ വെറും പ്രതിബിംബമാണ് ഇതൊക്കെ, ജഡം. നമ്മളാ അത് സൃഷ്ടിക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ആ പരമാത്മ ചൈതന്യമാണ് നമ്മൾ എന്ന് ഏത് നിമിഷം നമുക്ക് അനുഭവമാകണോ അന്ന് നമ്മളുടെ ജനനാന്തിയാണ്. ആ ജനനാന്ത്യം നമുക്ക് ഭഗവാൻ ആ ജ്ഞാനം നമുക്ക് നൽകി നമ്മളെ ഈ മരണചക്രത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പരമനാരായണായ നമാന്ന് നമുക്കും പറയാം. അപ്പം ഞാൻ 6ാമത്തെ ശ്ലോകം ഒന്നും കൂടി വായിച്ച് നിർത്താം.
ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി. ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.